students. In the last class, we already discussed the reflection property of the ellipse. In today's class, let us discuss the reflection property of the hyperbola and the parabola. Reflection property of the hyperbola. Light coming from one focus of the hyperbolic mirror is reflected at the hyperbola in such a way that the light appears to have come from the other focus. എന്താണ് ലൈറ്റ് കമ്മിങ് ഫ്രം വൺ ഇതാണ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ് ആദ്യം പറയുന്നത് കേട്ടോ. ലൈറ്റ് കമ്മിങ് ഫ്രം വൺ, ഇതാണ് രണ്ട് ഹൈപ്പർബോളയുടെ ഒരു ഫോക്കസ് എഫ്, ഒരു ഫോക്കസ് എഫ് ഡാഷ്. എഫ് ആൻഡ് എഫ് ഡാഷ് തന്നിട്ടുണ്ട്. വൺ ഫോക്കസ് കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈറ്റ് കമ്മിങ് ഫ്രം വൺ ഫോക്കസ് ഓഫ് ദ ഹൈപ്പർബോളിക് മിറർ. അപ്പോൾ ഇത് മിറർ ആണെങ്കിൽ ഇവിടേക്ക് ഈ ലൈൻ കേട്ടോ, ഞാൻ മുകളിൽ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആവണില്ല, അതുകൊണ്ടാണ്. ഈ ലൈൻ ഇവിടെ ഒരു ആരോ മാർക്കിട്ടൊരു ലൈൻ കണ്ടല്ലോ, അത് ആ മിററിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? റിഫ്ലക്റ്റഡ് അറ്റ് ദ ഹൈപ്പർബോള ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് കം ഫ്രം ദ അതർ ഫോക്കസ്. അപ്പോൾ ഒരു ലൈറ്റ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു, അത് തിരിച്ചു പോയി. പക്ഷേ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഇതെന്ന് തിരിച്ചു പോണ പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? അതാണ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്താണ്? ലൈറ്റ് ഗോയിങ് ഓൺ ടുവേർഡ്സ് വൺ ഫോക്കസ് ഓഫ് എ ഹൈപ്പർബോളിക് മിറർ ഈസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ മിറർ ടുവേർഡ്സ് അതർ ഫോക്കസ്. അതെ ഇതുപോലെ ഇത് ഫോക്കസ് ആണ് അല്ലേ, എഫ് എന്ന് പറയുന്നത്. പക്ഷെ അത് ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെയുള്ള പോയിന്റ് കണ്ടല്ലോ, ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈറ്റ് വേവ് എന്തായിരിക്കും? അടുത്ത ഫോക്കസ് കൂടെ റിഫ്ലക്റ്റ് ചെയ്ത്, മീൻസ് ഈ മിററിൽ റിഫ്ലക്റ്റ് ചെയ്ത് അടുത്ത ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് രണ്ട് പ്രോപ്പർട്ടീസ്, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയും എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയും. എന്താണ്? ഒരു ഫോക്കസിൻ്റെ ആ ഒരു പ്ലേസിൽ നമ്മളൊരു ബൾബോ ഒരു ലൈറ്റോ വെക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർബോളിക്കിൻ്റെ ഇവിടെ ഈ ഭാഗം കേട്ടോ, ഇതാണ് മിറർ, ഇത് ഈ ഭാഗമാണ് മിറർ. ഇപ്പം ഞാൻ ഇത് ഷെയ്ഡ് ചെയ്യുന്ന ഈ ഗ്രീൻ കളറിലെ ഈ ഭാഗം കേട്ടോ, അവിടെയാണ് മിറർ. അപ്പോൾ ഇവിടെ ലൈറ്റ് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും അല്ലേ. പക്ഷേ ആ റിഫ്ലക്ഷൻ വേവിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫോക്കസിൽ നിന്ന് പോകുന്ന പോലെ ആയിരിക്കും. ഓക്കെ, ആ ലൈൻ അത് എക്സ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എഫ് ഡാഷിനെ ടച്ച് ചെയ്യും. തിരിച്ച് എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്താണ്? ഇതുപോലെ ഇതാണ് മിറർ കേട്ടോ. അപ്പോൾ ഈ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ മിറർ. ഞാൻ അത് വരച്ചിട്ടുള്ള ഈ ഭാഗം ഇവിടേക്ക് ടച്ച് ചെയ്ത് പോകുന്ന, ടച്ച് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫോക്കസിലേക്ക് എത്തണം കേട്ടോ. അങ്ങനെ ആ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന, മീൻസ് ഹിറ്റ് ചെയ്യുന്ന ലൈറ്റ് വേവ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് എന്നുള്ള ഫോഴ്സിൽ കൂടെ പാസ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പം ഞാനതിന് മുമ്പ് ഒന്ന് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്തായിരുന്നു എന്നൊന്ന് ഓർത്തെടുക്കാം നമുക്ക് അല്ലേ. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ that incoming light makes with the tangent to the surface is same as the angle that reflected light makes with the tangent. ഇപ്പോൾ ഒരു കർവ്ഡ് സർഫസ് ആണെങ്കിൽ ഇതാണ് എൻ്റെ ടാൻജൻറ്റ്, ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യണേ, ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടാൻജൻറ്റിൽ ഒരു ലൈറ്റ് വേവ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, തീറ്റ. ഓക്കെ, അത് മിററിലാവുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യില്ലേ, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും. അതാണ് ദ റിഫ്ലക്ഷൻ ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ടാൻജൻറ്റിൻ്റെ കേസിലൊക്കെ, മീൻസ് എലിപ്സ്, ഹൈപ്പർബോള, പരാബോളിക്കിൻ്റെ ഒക്കെ കേസിലൊക്കെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പരാബോളയുടെ കേസ് ഒന്ന് നോക്കാം. Reflection property of the parabola. Incoming light parallel to the axis of the parabolic mirror is reflected at the parabola to pass through the focus. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇതാണ് പരാബോള. ഇതിൻ്റെ ഇൻസൈഡ് ഭാഗത്ത്, ഉള്ളിലുള്ള ഭാഗത്താണ് എനിക്ക് മിറർ ഉള്ളത്. ശരിക്കും മിററിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിങ്ങനെ കൊടുക്കുക കേട്ടോ, കാരണം അവിടെ നമ്മുടെ മെർക്കുറി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഭാഗം ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവാൻ വരയ്ക്കുന്നുണ്ട്. ഈ ഉൾഭാഗത്താണ് പരാബോളയുടെ ഈ ഉൾഭാഗം കണ്ടോ, ഇവിടെയാണ് മിറർ ഉള്ളത് കേട്ടോ. ഓക്കെ, പറഞ്ഞിട്ടുള്ളത് എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് വേവ് പരാബോളിക് ഈ മിററിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് അത് ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും അല്ലേ. ആ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഫോക്കസ് കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ,
ഇത് ഫോക്കസ് കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെന്ന് കാണിക്കണമെന്ന് എന്ത് കാണിച്ചാൽ മതി? ഇതാണ് എന്താ പറയുക, ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റും ഇതാണ് ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ലൈറ്റ് ചെയ്യുന്ന ഈ ടാൻജൻറ്റിനോട് മേക്ക് ചെയ്യുന്ന ആംഗിളും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും സെയിം ആണെന്ന് കിട്ടിയാൽ മതി. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് കേട്ടോ. ഓക്കെ. ഇനി കോൺവേഴ്സ്ലി ലൈറ്റ് കമ്മിങ് ഫ്രം ദ ഫോക്കസ് ഓഫ് ദ പാരാബോളിക് മിറർ, ഫോക്കസിൽ നിന്ന് പാസ് ചെയ്ത്, മീൻസ് ഫോക്കസിലാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്, ബൾബ് വെച്ചിരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ഹോള് കൂടെ നിങ്ങൾ ഫിസിക്സിലൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഹോള് കൂടെ ജസ്റ്റ് ഇതിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് വേവ് എക്സ് ആക്സിസിന് പാരലായിട്ടായിരിക്കും അത് മൂവ് ചെയ്യുക. അതാണ് കോൺവേഴ്സ് പാർട്ട്. അപ്പോൾ ഈ രണ്ടും പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എന്താ പറയുക റിഫ്ലക്ഷനും ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ സെയിം ആണെന്ന് കിട്ടിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾ ഒരു പരാബോള കൺസ്ട്രക്ട് ചെയ്തു കേട്ടോ. EB the parabola in the standard form, and 80 square 280 is the arbitrary point, അല്ലേ? പാരാമെട്രിക് പോയിന്റ്സ് ആണ് പാരാമെട്രിക് ഇക്വേഷൻ. ദെൻ പരാബോള മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ടാൻജൻറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കുക, ആ ആംഗിൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഈ ഡയറക്ഷനിലാണ് എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്രം ദ എക്സ് ആക്സിസ്. അതാണ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഇത് ഈ പോയിന്റ് ടി ആണെങ്കിൽ, ഈ പോയിന്റ് പി ആണെങ്കിൽ TPF എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടും. ആ കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. ദെൻ അപ്പോൾ കൺസിഡർ ചെയ്തു EB a parabola 80 square 280 is an arbitrary point. We have seen that equation of the tangent to the parabola, ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് ദ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, മൂന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ പരാബോളയുടെ കേസിൽ നമുക്ക് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ വേണം. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം TY = x + AT². ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇതാണ് ടാൻജൻറ്റ് അല്ലേ? അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തു. എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഒന്നും മാറില്ല, പക്ഷെ ആ പോയിന്റ് എന്താവും? എക്സ് ആക്സിസിൽ y 0 ആയതുകൊണ്ട് ഈ TY എന്നുള്ള ടേം 0 ആണെങ്കിൽ x + AT² = 0 വരും, x = -AT². അതായത് T എന്ന് പറയുന്ന പോയിന്റ് -AT², 0 ആണ്. ഓക്കെ. ഫോക്കസ് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോക്കസ് f(a0) ആണ്. എനി പോയിന്റ് ആണ് ദ പരാബോള AT² 280 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇനി ട്രയാങ്കിളിൻ്റെ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണേ. ഞാൻ വലുതാക്കാം. ഈ ലെങ്ത് എന്താ വരിക? ഈ ടോട്ടൽ ലെങ്ത് എപ്പോഴും പറയുന്ന പോലെ ഒറിജിനിൽ നിന്നാണ് നമുക്ക് ലെങ്ത് കാണാൻ എളുപ്പം അല്ലേ? അപ്പോൾ ഒറിജിനിൽ നിന്ന് ഈ എഫിലേക്കുള്ള ലെങ്ത് എന്താണ്? A ആണ്. ശരിയല്ലേ? ഒറിജിനിൽ നിന്ന് T എന്നുള്ള പോയിന്റിലേക്കുള്ള ലെങ്ത് എന്താണ്? അത് -AT² ഒക്കെ ആണെങ്കിലും ലെങ്ത് പോസിറ്റീവാണ്. എന്താണ്? AT² ആണ്. അതായത് TF എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത് A + AT² ആണ്. ഓക്കെ. ഇനി FP എന്ന് പറയുന്ന സൈഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ. FP കേട്ടോ. 2 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? P എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? AT² 280. ദെൻ ക്യാപിറ്റൽ F എന്ന് പറയുന്നത് A0. സോ ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 ഈസ്, ഓർമ്മയുണ്ടാവും വിചാരിക്കണോ, √x2 - x1 the whole square plus y2 - y1 the whole square. ഇതാണ് ഡിസ്റ്റൻസ് അല്ലേ? ഇപ്പോൾ അടുത്ത 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? ഈ x1 y1 എന്നുള്ള പോയിന്റിനെ നമുക്ക് AT² 280 എന്നും x2 y2 എന്നുള്ള പോയിന്റിനെ A0 എന്നും കൊടുക്കാം. ഓക്കെ ആണല്ലോ? അതാണ് ഇവിടെ FP കൊടുത്തിട്ടുള്ളത്. A - x1 - x2 the whole square. കണ്ടോ? A - AT x1 - y1 the whole x2 the whole square. അപ്പോൾ വരുമ്പോൾ x കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് 280 the square. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ എന്താ വരിക? A² + A² T⁴ - 2A² T² പ്ലസ് 2 എനിക്ക് 4A² T² എന്ന് വരും റൂട്ടിനകത്ത് കേട്ടോ. സോ A² T⁴ 4, ഈ 2 ടേം എന്താ വരിക? പ്ലസ് 4A² T² ഉണ്ട്, -2A² T² ഉണ്ട്. അതായത്
2a²t². അപ്പോൾ ഇത് a+b² എന്നുള്ള ഫോമിലാണ് വീണ്ടും കിടക്കുന്നത് അല്ലേ. അതായത് a സ്ക്വയറിൻ്റെ a+a+t² ഈ ഫോം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. a+b² എന്താ വരിക, ഇത് a² വരും, അപ്പോൾ ഈ ടേം വരും. a² എന്ന് വരും, a²t⁴ വരും. 2ab എന്നുള്ള ഫോം ആണെങ്കിൽ a × a² അപ്പോൾ 2a²t² വരും. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത് നോക്കിയേ. TF കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും FP കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും സെയിം ഡിസ്റ്റൻസ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിൾ ഏതാണ്? ഞാൻ ഈക്വൽ എന്നുള്ള സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ദേ ഈ FP എന്ന് പറയുന്ന സൈഡും TF എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ആംഗിൾസ് സെയിം ആണ്. ഓക്കെ. നൗ since the horizontal line through P is parallel to x-axis, the angle between the tangent at P and the horizontal line through P is equal to FTP. Angle FTP as they are corresponding angles. ഇപ്പോൾ കിട്ടിയില്ല എന്താ നോക്കിയേ. ഇത് x-axisന് പാരലൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് പാരലൽ ആണ്, ഇതും രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഈ സ്ട്രെയിറ്റ് ലൈന് നമ്മൾ രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് ദേ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ രണ്ട് ആംഗിൾസ് രണ്ടും എന്താണ്, സെയിം ആണ്. ശരിയാണല്ലോ. ഇവിടുന്ന് ഇപ്പം ഞാനിവിടെ റെഡ് പിങ്ക് ഇതിലൊക്കെ വരച്ചിട്ടുള്ള ഈ ആംഗിൾസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. FP എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ഒന്നും നോക്കണ്ട. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഇനി ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് T എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ. സോ the angle between the tangent at P and the horizontal line through P is equal to, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ഈക്വൽ ടു ആംഗിൾ FTP. ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് പോലെ as they are corresponding angles and also equal to TPF. അതെന്തുകൊണ്ടാണ് ഈ TPF എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത ഈ ആംഗിളിനോട് ഈക്വൽ? അതെന്തുകൊണ്ടാണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ. കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് ഇപ്പം മാർക്ക് ചെയ്തതിൽ ഈ രണ്ടെണ്ണം ഈക്വൽ ആണ്. ഓക്കെ. ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ് ഓഫ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി. അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുക. അതെന്തുകൊണ്ടാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇവിടെ സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത രീതിയിൽ എങ്ങനെയാണ്, x-ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് വേവ് വന്നു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ അല്ലേ. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോക്കസ് കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. തിരിച്ചും ഫോക്കസിൽ ഒരു ലൈറ്റ് വേവ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വെക്കുകയാണെങ്കിൽ വിച്ച് വിൽ. നൗ ലെറ്റ് us ഡിസ്കസ് one problem. E and H are the ellipse and a hyperbola, both having same points F and F dash as their foci. ഓക്കെ. അപ്പോൾ F dash എന്ന് പറയുന്ന രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ. അത് രണ്ടും ഫോസിയായി കൺസിഡർ ചെയ്യുന്ന ഒരു എലിപ്സും അതേപോലെ അത് ഫോക്കസ് ആയിട്ടുള്ള ഒരു ഹൈപ്പർബോളയും നമ്മൾ കൺസിഡർ ചെയ്തു. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. ഡെമിസ് ഈ ഒരു പിങ്ക് കളറിൽ വരച്ചിട്ടുള്ളത് നമ്മുടെ എലിപ്സും അതുപോലെ വയലറ്റ് കളറിൽ ദേ ഇവിടെ ഹൈപ്പർബോള അറിയാലോ. ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് കർവാണ് ഹൈപ്പർബോളയും തന്നിട്ടുണ്ട്. രണ്ടിനും സെയിം ഫോസിയാണ് F and F dash. Use reflection properties of ellipse and hyperbola to prove that at each point of the intersection E and H meets at right angles. അപ്പോൾ എവിടേക്കാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? എലിപ്സും ഹൈപ്പർബോളയും 4 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, 4 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 4 പോയിന്റിലും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ്. അതായത് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി സിമ്മട്രിക്കൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്ലേസിൽ അല്ലേ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ കേസിലും അത് ട്രൂ ആവും. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ആവശ്യമുള്ള സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം വരയ്ക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. അത് മീൻസ് പറയാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. നോക്കിക്കോളൂ. എന്തൊക്കെയാണ് ഉള്ളത്?
2 പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം മൊബൈൽ ആയതുകൊണ്ട് ഞാൻ വരച്ചതിന് ശേഷം മാർക്ക് ചെയ്യണേ. 2 പോയിൻറ്റ്സ് അല്ലേ, അത് ഏതൊക്കെയാണ്? നമ്മുടെ എഫും F', 4C. ഓക്കെ, ഈ പോയിൻ്റ് കണ്ടോ, ഇവിടെ P എന്ന് പറയുന്ന പോയിൻറ്റിലെ ഫോക്കസും രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഇപ്പോൾ മിസ്സിന് ഇവിടെ ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ പോയിൻ്റ് കണ്ടോ, ഇതാണ് P എന്ന് പറയുന്ന പോയിൻ്റ് കേട്ടോ. ഞാൻ അതിവിടെ എഴുതുന്നുണ്ട്. ഇതാണ് P എന്ന് പറയുന്ന പോയിൻ്റ്, ഇത്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ടാൻജൻസ് ഉണ്ട് അല്ലേ, ടാൻജൻസ് ഉണ്ട്. അതായത് ടാൻജൻസ് പറയുമ്പോൾ വേറെ 2 കളറിൽ വരയ്ക്കാം അല്ലേ. ഇതേ പോയിൻ്റ് കൂടെ പോകുന്നുണ്ടേ, ഈ പോയിൻ്റ് കൂടെ എലിപ്സിന് ഹൈപ്പർബോളയുടെ 2 ടാൻജൻസ് ഉണ്ട്. അപ്പോൾ അത് ഇത്രയും ലൈൻസ് വരും. പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഹൈപ്പർബോളയും അതുപോലെ എലിപ്സും ടച്ച് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് കണ്ടുപിടിക്കുക എങ്ങനെ ചെയ്യുക? എലിപ്സിനുള്ള ടാൻജൻറ്റും ഒരു പോയിൻ്റ് Pയിൽ എലിപ്സിനുള്ള ആ പോയിന്റിലുള്ള ടാൻജൻറ്റും ഹൈപ്പർബോളിലുള്ള ടാൻജൻറ്റും കൺസിഡർ ചെയ്ത് അത് തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇവിടെ ഈ ഫിഗറിൽ വയലറ്റ് കളറിൽ വരച്ചുള്ളതാണ് എൻ്റെ ടാൻജൻസ് അല്ലേ. അതായത് ഇവിടെ കുറേ ആംഗിൾസ് കണ്ടോ, ഈ ആംഗിൾ, അതുപോലെ ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ. ഇപ്പോൾ ഈ വരച്ചിട്ടുള്ളത് കണ്ടോ, ഇതൊക്കെ 90 ഡിഗ്രി എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതൊക്കെ കളഞ്ഞു. ഓക്കെ, ഇനി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആൽഫ ബീറ്റ ഒക്കെ എടുക്കാം കേട്ടോ. ടെക്സ്റ്റിൽ പറയുന്ന പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ഈ ഒരു ടാൻജൻറ്റ് ഉണ്ടല്ലോ, ഈ ടാൻജൻറ്റ്, ഇപ്പോൾ ടാൻജൻറ്റ് ഫിഗറിൽ എലിപ്സിൽ വരച്ചിരിക്കുന്ന ഈ ടാൻജൻറ്റ്, ഇപ്പോൾ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന ടാൻജൻറ്റ്. ഓക്കെ, അത് ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ആംഗിളായിട്ടും 2 മീൻസ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 2 ഭാഗം വരില്ലേ. അപ്പോൾ ഈ ടാൻജൻറ്റിനെ F' കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരെണ്ണം അല്ലേ, അത് ആൽഫ 1. അപ്പോൾ അതേ ലൈനിൻ്റെ 2 വശത്ത് ഇവിടെ ഉണ്ടാവും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആംഗിൾ, അത് ആൽഫ 2. ഇപ്പോൾ ആൽഫ 1 = ആൽഫ 2 നമുക്ക് കിട്ടിയിട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അത്. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് ഈക്വലാണ്. അപ്പോൾ നമ്മൾ മറക്കില്ല ആ 2 സ്ട്രെയിറ്റ് ലൈൻ 2 വശത്തുള്ള ആംഗിൾസ്. ഓക്കെ, ഇനി വേറൊരു ടാൻജൻറ്റ് ഉണ്ട് അല്ലേ. ആ ടാൻജൻറ്റും ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ഈ ലൈൻസ് അല്ലേ. അപ്പോൾ അതിനെ ആൽഫ 3 എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെ ആൽഫ 4 എന്നും എടുത്തു. ഓക്കെ ആണേ. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള അപ്പോൾ ആൽഫ 3ഉം ആൽഫ 4ഉം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അത് ഈക്വലാണ്. ഓക്കെ, ദെൻ അതേപോലെ അടുത്ത 2 കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് ബീറ്റ 1, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ബീറ്റ 2, അടുത്തത് ബാക്കിയുള്ളത് ബീറ്റ 3 ഉള്ളൂ അല്ലേ. ബീറ്റ 3, ബീറ്റ 4. ഇനി പ്രൂവ് ചെയ്യാനുള്ളത് എന്താ നോക്കിയേ. നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ് ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ. ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ ഇപ്പോൾ ഞാനിതിൽ ഗ്രീൻ കളറിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ വയലറ്റ് ലൈൻസ് തമ്മിലുള്ള ആംഗിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ ആൽഫ, ഇത് ആൽഫ 4 അല്ലേ. ആൽഫ 4 + ബീറ്റ 4 തമ്മിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ ആൽഫ 1 + ബീറ്റ 2 തമ്മിലുള്ള ആ സമ്മ്, അല്ലെങ്കിൽ ബീറ്റ 1 + ആൽഫ 2, അല്ലെങ്കിൽ ഈ വയലറ്റ് കളറിലുള്ളത് അല്ലേ ബീറ്റ 3 + ആൽഫ 3. ഇതിലേതെങ്കിലുമൊക്കെ 90 ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇനി ആ ഇക്വേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ എന്താ ആൽഫ 1 ആൽഫ 2 എന്ന് പറഞ്ഞത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് അത് ഈക്വലാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മളിപ്പോൾ എലിപ്സിൻ്റെ കേസിലാണെങ്കിലും ഹൈപ്പർബോളയുടെ കേസിലാണെങ്കിലും ഇപ്പോൾ ഒരു ലൈറ്റ്, ഇൻസിഡൻറ്റ് ലൈറ്റും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളും, അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും സെയിം ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ആൽഫ 1 എന്ന് പറയുന്നത് അല്ലേ. ടാൻജൻറ്റും F' തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, അതേപോലെ ടാൻജൻറ്റും നമ്മുടെ എഫും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ 3 എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ 1 = ആൽഫ 3, ആൽഫ 2 = ആൽഫ 3 എന്നൊക്കെ വരും. കാരണം ഇതും അതുപോലെ തന്നെയാണ്, ഇതൊരു ടാൻജൻ്റ് ആണ് കണ്ടോ. ഈ ടാൻജൻറ്റും F' ആയിട്ടുള്ള ആംഗിളാണ് ആൽഫ 2, F ആയിട്ടുള്ള ആംഗിളാണ് ആൽഫ 3. സോ ആൽഫ 2 = ആൽഫ 3 എന്ന് വരും. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയതുകൊണ്ട്. ഇപ്പോൾ കിട്ടിയത് എന്താണെന്ന് നോക്കി, ആൽഫ 1 = ആൽഫ 2 = ആൽഫ 3 എന്ന് വന്നു. പക്ഷേ ആൽഫ 3യുടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എന്ത്? ആൽഫ 4. അപ്പോൾ ആൽഫ 1 = ആൽഫ 2 = ആൽഫ 3 = ആൽഫ 4 എന്നാണ് ആദ്യം നമുക്ക് കിട്ടിയത്. ബീറ്റയുടെ കേസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. ബീറ്റയുടെ കേസിൽ ഇനി വേറെ കളറില്ലേ ഇതിൽ. ബീറ്റയുടെ കേസിൽ ഞാൻ റെഡ് കളർ എടുക്കണ്ടേ. ബീറ്റയുടെ കേസിൽ ഒന്ന് നോക്കിയേ,
ഇപ്പോൾ വയലറ്റ് കളറിൽ വരച്ചിട്ടുള്ള 2 ലൈൻസ് ആണ് എന്ത് ടാൻജൻസ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ. പിങ്ക് കളറിൽ വരച്ചിട്ടുള്ളതാണ് ഫോക്കസിൽ കൂടെ എഫിലും എഫ് ഡാഷ് എന്ന് പറയുന്ന ഫോഴ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഈ ടാൻജൻറ്റ് എഫ് ആയിട്ട് മേക്ക് ചെയ്യുന്നതും എഫ് ഡാഷ് ആയിട്ട് മേക്ക് ചെയ്യുന്നതുമായ 2 ആംഗിൾസ് ആണ് β1 β3 എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ. β1ഉം β2 എന്താണ്, β1 ഇതാണ്, β2 എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ്. അപ്പോൾ നേരത്തെ കേസ് പോലെ β1 ഈക്വൽ ടു β2 ഈക്വൽ ടു β3 ഈക്വൽ ടു β4 എന്ന് വരും. ഓക്കെ, ഇനി ഇപ്പം വായിച്ചു മീൻസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എന്താ വരിക, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 360 ഡിഗ്രി വരും. ശരിയല്ലേ. 360 എന്ന് പറയുന്നത് 2π ആണ് അല്ലേ. അതായത് α1 പ്ലസ് α2 പ്ലസ് α3 പ്ലസ് α4 പ്ലസ് β1 β2 β3 β4 ഈക്വൽ ടു 2π. ഇനി ഇതൊക്കെ ഈക്വൽ ആണേ, ഒക്കെ ഈക്വൽ ആണേ. എനിക്ക് α1 4α1 എന്ന് വേണമെങ്കിൽ എഴുതാം. അടുത്തേനെ ഇതൊക്കെ ഈക്വൽ ആയതുകൊണ്ട് 4 β3 എന്നോ β4 എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എഴുതാൻ വേണമെങ്കിൽ 4α1 പ്ലസ് 4β1 4α2 പ്ലസ് 4β1 അങ്ങനെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എഴുതാം, കാരണം ഒക്കെ ഈക്വൽ ആയതുകൊണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ആണ് 2π. അപ്പോൾ ഏത് α1 പ്ലസ് βj എടുത്താലും എന്താ ആൻസർ വരിക, 2π/4 എന്ന് വരും, അതായത് π/2. ഓക്കെ, ഏതെടുത്താലും ട്രൂ ആണ്. ഇൻ പെർട്ടിക്കുലർ നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ആ സമ്മാണ് അല്ലേ, ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾസ് ദേ ഇവിടെ β4 പ്ലസ് α4 90 ഡിഗ്രിയാണ്. ഏത് α β എടുത്താലും എന്നാ പറഞ്ഞേ. ദേ α2 പ്ലസ് β1 90 ഡിഗ്രിയാണ്, π/2 ആണ്. β3 പ്ലസ് α3 π/2 ആണ്, ഇത് π/2 ആണ്. അതായത് ദേ meet at right angle. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. So that the tangents to E and H are perpendicular. In other words, E and H intersect at right angles. Okay, thank you.